കുന്നംകുളം സർക്കാർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഒത്തുകൂടി. അവർ തന്നെ പ്രമേയം തെരഞ്ഞെടുത്തു, തിരക്കഥ എഴുതി, അഭിനയിച്ചു. അഭിനയത്തിനാവശ്യമായ എല്ലാം സ്വയം നിർമ്മിച്ചു. അങ്ങനെ ഒരു ലഘുനാടകം പിറന്നു. അഭിലാൽ, ആൻഡ്രിയ, മീനാക്ഷി, കൊച്ചുറാണി, നയന, സെയിന്റ് റോസ്, രാജരാജേശ്വരി എന്നിവർ അരങ്ങിൽ. വിദ്യാർത്ഥിനി തന്നെയായ സൂര്യഗായത്രി ശബ്ദം ക്രമീകരിച്ചു. ട്രാൻസ്ജെൻഡറുകൾ നേരിടുന്ന പ്രതിസന്ധിയായിരുന്നു വിഷയം. ഇതിലെ പ്രോപ്പർട്ടീസ് മുതൽ സ്ക്രിപ്റ്റ് മുതൽ എല്ലാ സാധനങ്ങളും ഞങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഗ്രൂപ്പിലെ ഞങ്ങളുടെ ടീമിലെ എല്ലാവർക്കും അതിൽ അധികമായിട്ടുള്ള പങ്കുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ട് ആലോചിച്ചു. അവരുടെ ഒരു സിറ്റുവേഷൻ, അവരുടെ സൊസൈറ്റി നോക്കുന്ന രീതികൾ, ഇപ്പോൾ പോരാത്തന്നെ ട്രാൻസ്ഫോബിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൊസൈറ്റിയിൽ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് പിന്നെ അത് തന്നെ എടുക്കാൻ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു വോയിസ് ആവാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. കോട്ടയ്ക്കൽ സർക്കാർ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളിൽ ഇരട്ട സഹോദരങ്ങളായ ഷഹനത്ത് മറിയം, ഹസനത്ത് മറിയം എന്നിവരാണ് ഇംഗ്ലീഷ് ലഘുനാടകം എഴുതിയത്. സമകാലിക വ്യവസ്ഥയെ ഒരു ചിക്കൻ ഫാമിലേക്ക് ചുരുക്കി കഥ പറഞ്ഞു. നമ്മളെ കറണ്ട് ഇന്ത്യയെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നതൊക്കെ. പക്ഷെ അതിനെ കുറച്ചുകൂടി ഓടിച്ചോരി പോലുള്ള വിഷയങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് എത്തുന്ന രൂപത്തിലേക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ എഴുതാന്നുള്ള കാര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യനായിട്ടുള്ള സാധനങ്ങളെ കൾച്ചറിൻ്റെ പേരും പറഞ്ഞിട്ട് ഇത് രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് ബാധിക്കുന്നതിലുള്ള വെറുതെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ റീപ്ലേസ് ചെയ്യുന്നൊക്കെയുള്ള ഒരു പ്രത്യേകപരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അതിനെതിരെ ശബ്ദിക്കുക. ഈ സ്കിറ്റിൻ്റെ അവസാനത്തിലേക്ക് പറയുന്ന പോലെ എല്ലാ പൂക്കളെയും നിങ്ങൾക്ക് അറുത്തു മാറ്റാം, പക്ഷെ വരാനിരിക്കുന്ന വസന്തത്തെ നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സ്കിറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വിധം പുതിയ കാലത്തിൻ്റെ പ്രയോഗമായ പൂക്കി കുട്ടികൾ ഉറച്ച ശബ്ദത്തോടെ പ്രതിഭ തെളിയിച്ച് മുന്നോട്ട്